സംഘർഷങ്ങൾക്കിടെ ജമ്മുവിൽ നിന്ന് ഡൽഹിയിൽ എത്താനാകാതെ ശ്രീനഗർ NITയിലെ മലയാളി വിദ്യാർത്ഥികൾ പ്രതിസന്ധിയിൽ 18 വിദ്യാർത്ഥികളുടെ യാത്രയാണ് അനിശ്ചിതത്വത്തിലായത്. സുരക്ഷിതമായി നാട്ടിലെത്തിക്കാൻ സർക്കാർ അടിയന്തര ഇടപെടൽ വേണമെന്നാണ് വിദ്യാർത്ഥികളുടെ ആവശ്യം. ശ്രീനഗറിൽ നിന്നും ബൽറാം നെടുങ്ങാട് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ജോസ്വിൻ അലക്സ് എന്നൊരു വിദ്യാർത്ഥി. ജോസ്വിൻ അലക്സ്, താങ്കൾ പഠിക്കുന്ന ക്യാമ്പസ് ഏതാണ്? ഞാൻ സ്ക്വാസ്റ്റ് ഷാലിമാർ കശ്മീർ യൂണിവേഴ്സിറ്റി ഓഫ് അഗ്രികൾച്ചർ സയൻസിലാണ് പഠിക്കുന്നത്. ജോസ്വിൻ, എന്താണ് സാഹചര്യം അവിടുത്തെ? ഇന്നലത്തെ സാഹചര്യം വളരെ മോശമായിരുന്നു. ഫുള്ള് ബ്ലാക്ക് ഔട്ടും നമുക്ക് ഇലക്ട്രിസിറ്റി ഒന്നും ഇല്ലാതെ ആകാശത്തൂടെ ഫുള്ള് ഡ്രോണ്, മിസൈല്, അങ്ങനെ വളരെ ഭയാനകമായ സാഹചര്യത്തിൽ കൂടെയാണ് നമ്മൾ കടന്നുപോയത്. കാര്യം ഇടയ്ക്കിടയ്ക്ക് രാത്രി ഉറങ്ങാൻ പറ്റിയില്ല. ഇടയ്ക്കിടയ്ക്ക് ബോംബുകളുടെ ശബ്ദവും അങ്ങനെ ഞെട്ടിക്കുന്ന ഒരു രാത്രിയായിരുന്നു ഇന്നലത്തേത്. അതുകൊണ്ട് ഇന്ന് നമ്മൾ ഇവിടുന്ന് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നമ്മളിവിടെ കൊണ്ടുപോകുമെന്നാണ് പറയുന്നത്. പക്ഷെ ജമ്മുവിൽ നിന്ന് എങ്ങനെ നാട്ടിൽ വരണമെന്ന് നമുക്കൊരു ഇതുമില്ല. ഫുള്ള് പ്രശ്നമാണ്. എയർപോർട്ടെല്ലാം അടച്ചിരിക്കുന്നു. അതും ഇവിടെ ഇപ്പൊ 1-2 ദിവസമായിട്ട് സാഹചര്യങ്ങൾ വളരെ വഷളാവുകയാണ്. ഇന്നലെ രാത്രിയായാലും ഇടയ്ക്കിടയ്ക്ക് ആകാശത്തൂടെ ഡ്രോണുകളും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പറക്കുന്ന സാഹചര്യമായിരുന്നു. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ കൂടെയാണ് നടക്കുന്നത്. ഇന്ന് തന്നെ വീട്ടിലെത്തുമോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല. കാര്യം ജമ്മുവിലോട്ട് പോകുന്ന വഴിയിൽ ലാൻഡ് സ്ലൈഡ് ഉണ്ട്. അത് മാത്രമല്ല, ഇപ്പോഴും അറ്റാക്കുകൾ പല സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സാഹചര്യം വളരെ മോശമാണ്. പിന്നെ എല്ലാവരുടെയും പ്രാർത്ഥന വേണം, സഹായം വേണം, അതൊക്കെ പറയുള്ളൂ. ജോസ്വിന്, നിങ്ങൾക്ക് ഡൽഹിയിലേക്ക് എത്തിയാൽ അവിടുന്ന് യാത്ര ഒരുപക്ഷെ സുഗമമായി നാട്ടിലേക്ക് എത്താൻ കഴിയുമല്ലേ ജോസ്വിൻ? അതെ, ഡൽഹിയിൽ എത്തിയാൽ പ്രശ്നമില്ല. പക്ഷേ ഇവിടുന്ന് ജമ്മു വരെ പോകാനും ജമ്മുവിൽ നിന്ന് ഡൽഹി എത്താനും വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഇവിടെ നിൽക്കുന്നത്. ഇപ്പൊ നമ്മളെ കോളേജിൽ നിന്ന് ജമ്മു വരെ എത്തിക്കാം എന്നാണ് പറയുന്നത്. പക്ഷെ അതിനെപ്പറ്റിയും കൂടുതൽ ഉറപ്പൊന്നുമില്ല. വഴിയുടെ പ്രശ്നങ്ങൾ. അത് മാത്രമല്ല, ജമ്മുവില് ഇന്നലെ ഇവിടത്തേനേക്കാളും കഷ്ടമായിരുന്നു. ജമ്മുവില് മുഴുവൻ എയർപോർട്ടിനെ എല്ലാത്തിനെയും ബാധിക്കുന്ന രീതിയിലായിരുന്നു സ്ഫോടനങ്ങൾ എന്നാണ് അവിടെയുള്ളവർ പറഞ്ഞത്. അല്ല ജോസ്വിനി, നിങ്ങൾ ഈ ബാരാമുള്ള ജില്ലയിലെ സോപ്പോർ വഡൂര ക്യാമ്പസിൽ തന്നെയുള്ള കോളേജാണോ ഇത്, അതോ അത് വേറെയാണോ? ഞാൻ ഗാന്ദർബാലാണ്, നമ്മുടെ വെറ്റിനറി ഫാക്കൽറ്റിയിലാണുള്ളത്, ഷെറേ കശ്മീരിന്റെ. ഇത് ഷെറേ കശ്മീർ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി വേറെയുണ്ട്, അവിടെയും കുറെ മലയാളം ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? അതെ, പല ഫാക്കൽറ്റികളുണ്ട്. നിങ്ങളിപ്പോ ഇപ്പൊ നമ്മൾ ഇവിടുന്ന് കോളേജിൽ നിന്ന് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എന്റെ ഫാക്കൽറ്റിയിൽ 3 മലയാളികളാണുള്ളത്. കോളേജിൽ എങ്ങോട്ട് കൊണ്ടുപോകണം ജോസ്വിൻ? ഇവിടെ ഒരു 10-60 മലയാളികളുണ്ട് യൂണിവേഴ്സിറ്റി. എന്താ സാർ? കോളേജിൽ എങ്ങോട്ട് കൊണ്ടുപോകാൻ ഇപ്പോ? നമ്മളെ ജമ്മുവിലോട്ട് കൊണ്ടുപോവുകയാണ്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ യൂണിവേഴ്സിറ്റി ബാഗ് എടുത്ത് ഇറങ്ങിയതാണ് പോകാനാണ് അവർ പറയുന്നത്. എന്താ സാർ? നിങ്ങൾ ബാഗ് ഒക്കെ എടുത്ത് നാട്ടിലേക്ക് ഇറങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ്? അതെ, ഇവിടെ നിൽക്കുന്നത് സേഫ് അല്ല എന്നുള്ളത് കൊണ്ട് നാട്ടിൽ പോകാൻ പറഞ്ഞു. ജമ്മുവിൽ നിന്ന് ഡൽഹിയിലേക്ക് എങ്ങനെ എത്താൻ കഴിയുമെന്നാണ് നിങ്ങളുടെ ആശങ്ക അല്ലേ? അതാണ് ആശങ്ക. കാര്യം ഫ്ലൈറ്റുകളൊന്നും ഇല്ല, ട്രെയിനും ടിക്കറ്റോ ഒന്നും ഇല്ല. എങ്ങനെ? അത് മാത്രമല്ല, രാത്രി സംഘർഷമാണ്. എല്ലാ ദിവസവും രാത്രി ബോർഡർ ഏരിയകളിൽ വളരെ ക്രൂരമായിട്ടാണ് ഈ ഡ്രോണുകളുടെയും മിസൈലുകളും. കാരണം അവരുടെ സാഹചര്യം വളരെ കഷ്ടമാണ്. കാര്യം നമ്മുടെ ഫ്രണ്ട്സ് ആയാലും പലരും ഈ ബോർഡർ ഏരിയകളാണ്. ഷെല്ലെറിയുന്നതിന്റെ ശബ്ദവും ഒക്കെ ആയിട്ട് അവര് വളരെ കഷ്ടതയിലാണ് ജീവിക്കുന്നത്. ഇന്നലെ എന്റെ കൂട്ടുകാരൊക്കെ ഒരുമിച്ചിട്ട് കരയുകയായിരുന്നു. അത്ര ദുർഗണ നിറഞ്ഞ അവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത്. ജോസ്വിൻ പറയുന്നതൊക്കെ നമ്മുടെ സർക്കാർ സംവിധാനം കേൾക്കുന്നു. മാത്രമല്ല, ജമ്മുവിൽ നിന്ന് ഒരു സംഘം വിദ്യാർത്ഥികൾ കേരള ഹൗസിലേക്ക് ഇന്ന് രാവിലെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇടപെടൽ ഉണ്ടാകും ജോസ്വിൻ. അങ്ങനെ പാനിക്കാവാതിരിക്കൂ, ഭയക്കാതിരിക്കൂ. എന്തായാലും തൽക്കാലം കോളേജുകാർ പറയുന്നത് പോലെ കേൾക്കൂ, ജമ്മുവിലേക്ക് എത്തും. ജമ്മുവിൽ നിന്ന് നമുക്ക് ഡൽഹിയിലേക്ക് എത്തിക്കാനുള്ള അറേഞ്ച്മെന്റ് ഏതെങ്കിലും തരത്തിലൊക്കെ വഴിവെന്ന് പ്രതീക്ഷിക്കുകയും ജോസ്വിൻ, നമ്മൾ ഇത് എത്തിക്കാൻ കഴിയാവുന്നവരുടെ ശ്രദ്ധയിലേക്ക് നമ്മൾ എത്തിക്കുകയും ചെയ്യാം. എന്തായാലും ഹലോ സാർ, കേൾക്കാമോ? ഞാൻ പറയുകയായിരുന്നു, ആശങ്കപ്പെടാതിരിക്കൂ, പാനിക്കാവാതിരിക്കൂ. കോളേജിലെ അവർ പറയുന്ന പോലെ കേൾക്കൂ. ജമ്മുവിലേക്ക് എത്തിയതിനു ശേഷം അവിടുന്ന് ഡൽഹിയിലേക്ക് എത്താനുള്ള എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നിങ്ങളുടെ ഈ ആശങ്ക നമുക്ക് ശ്രദ്ധയിൽ എത്തിക്കാൻ പറ്റുന്നവർ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്യാം ജോസ്വിൻ. ഓക്കെ, താങ്ക് യു സാർ. കാര്യം നമുക്ക് ജമ്മുവിൽ ഇന്ന് രാത്രി നിൽക്കുന്ന ഒട്ടും സേഫ് അല്ല. നമ്മുടെ ജീവന്റെ കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല ജമ്മുവില്. അങ്ങനെ പറയല. അത് ഞാൻ പറഞ്ഞ അങ്ങനെ അത്രയും പാനിക്കാവേണ്ട കാര്യമുണ്ടോ എന്ന് എനിക്ക് ഞങ്ങളെ കുറ്റം പറയുക. നമ്മൾ അവിടെ നിൽക്കുമ്പോൾ
സ്ഫോടന ശബ്ദം കേൾക്കുമ്പോഴൊക്കെ നമ്മൾ പേടിച്ചു പോകും. പക്ഷേ അതിനൊക്കെ കൃത്യമായി തന്നെ പ്രതിരോധിക്കുന്നൊക്കെ ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ പാനിക്കാവേണ്ട കാര്യമില്ല. അപ്പോൾ ഇപ്പം ജോസ്ഫിൻ അങ്ങനെ പറഞ്ഞാൽ വീട്ടുകാരൊക്കെ പേടിച്ചു പോകില്ലേ? ധൈര്യമായിട്ടിരിക്കൂ. ഓക്കെ, ധൈര്യമായിട്ടിരിക്കും. ടേക്ക് കെയർ ജോസ്ഫിൻ. നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എന്തായാലും അറിയിക്കേണ്ടവർ എന്തായാലും അറിയിക്കും. മാത്രമല്ല ജോസ്ഫിൻ ഈ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നുമുണ്ട്. താങ്ക് യു ജോസ്ഫിൻ, ടേക്ക് കെയർ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വിദ്യാർത്ഥികളെ ആശങ്ക വേണ്ട. അതിർത്തി സംഘർഷ മേഖലയിലെ മലയാളികൾക്ക് ബന്ധപ്പെടാൻ 24 ടോൾ ഫ്രീ നമ്പർ ഉണ്ട്. ടോൾ ഫ്രീ നമ്പർ ഇതാണ്: 1800-425-4295. 1800-425-4295. ഈ നമ്പറിൽ വിളിക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ ആശങ്കകൾ പങ്കുവയ്ക്കാം. നമ്മൾ ആ ആശങ്ക അതെത്തിക്കേണ്ട സ്ഥലങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യും. എന്തായാലും ഒരു സംഘം വിദ്യാർത്ഥികൾ കേരള ഹൗസിലേക്ക് എത്തിയിട്ടുണ്ട്. ജമ്മുവിൽ നിന്ന് ഇപ്പോൾ ഡൽഹിയിലേക്കുള്ള യാത്രാ പ്രതിസന്ധിയാണ് പറയുന്നത്. തീവണ്ടി ഇല്ല, ഫ്ലൈറ്റ് ഇല്ല. മാത്രമല്ല ഫ്ലൈറ്റ് ഉണ്ടെങ്കിൽ തന്നെ കുട്ടികളുടെ കയ്യിൽ പണം ഉണ്ടാവില്ല ഒരു പക്ഷേ അതെടുക്കാൻ. പഠിക്കുന്ന കുട്ടികളാണല്ലോ. അപ്പോൾ ഒരു ആശങ്ക അവിടെ ഉണ്ട്. ആശങ്കപ്പെടുന്നതിനെ കുറ്റം പറയുന്നില്ലെങ്കിൽ കൂടിയും അങ്ങനെ ഭയക്കേണ്ട കാര്യം നേരത്തെ ജോസിൻ പറയുന്ന പോലെ ജീവനോടെ ഉണ്ടാകുമെന്നും ആ അളവിൽ ഭയക്കേണ്ട ഒരു സാഹചര്യം ഇല്ലെന്ന് ഉറപ്പിച്ചതെന്ന് നമുക്ക് പറയാം. അതേസമയം തന്നെ വീട്ടുകാരുടെ ആശങ്കയൊക്കെ മുഖവിലേക്ക് എടുത്ത് എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് എത്താനുള്ള ശ്രമങ്ങൾ നമ്മളെ കൊണ്ട് കഴിയുന്നത് പോലെ ശ്രമിക്കുകയും ചെയ്യാം.